Hello friends, Namaste, Assalamu alaikum, Shashakal. Welcome to my YouTube channel and I hope you guys are doing absolutely fine. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഹീറോ ഹങ്കിൻ്റെ ചോക്ക് കേബിൾ എങ്ങനെ മാറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ചോക്ക് കേബിൾ മാറ്റേണ്ടത് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക. ഇതിൻ്റെ ചോക്ക് കേബിൾ റസ്റ്റായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. നമ്മളിപ്പം അങ്ങനെ ചോക്ക് കേബിളാണ് മാറ്റുന്നത്. നമുക്ക് ചോക്ക് കേബിൾ മാറ്റാനായിട്ട് നമുക്ക് ആ സീറ്റ് ഇളക്കിയെടുക്കണം. പിന്നെ വരുന്നത് നമ്മളെ ടാങ്ക് ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ടാങ്കിൻ്റെ അടിയിൽ വരുന്ന കുറച്ച് വയറിങ്സ് സ്വിച്ചസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ, ടെർമിനൽസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ അടിഭാഗത്തൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യണം. പൊടിയൊക്കെ അടിച്ചിട്ട് നമ്മൾ ഒരിക്കലും അവിടെയൊന്നും വലുതായിട്ട് ക്ലീൻ ചെയ്യാത്ത ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ടാങ്ക് ഇളക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ക്ലീൻ ചെയ്യാം. അത് ടാങ്ക് എങ്ങനെ ഇളക്കിയെടുക്കണമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അത് മാത്രമല്ല, നമ്മൾ ഇടയ്ക്ക് ടാങ്കൊക്കെ ഇളക്കി അതിൻ്റെ അടിഭാഗത്തൊക്കെ നോക്കുന്നത് നന്നായിരിക്കും. കാരണം എന്തെങ്കിലും റസ്റ്റായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടോ നമുക്ക് അറിയാനായിട്ട് വളരെ നന്നായിരിക്കും നമ്മൾ ടാങ്കൊക്കെ ഇളക്കി നോക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ടാങ്ക് ഇളക്കേണ്ടതെന്ന്. നമ്മൾ ടാങ്ക് ഇളക്കാനാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ബൈക്കിൻ്റെ സീറ്റ് ഇളക്കുക എന്നുള്ളതാണ്. നമ്മളെ സീറ്റ് ഇതിൻ്റെ താഴത്തെ ലോക്കിട്ട് കീയോട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് സീറ്റ് ഇളക്കിയെടുക്കാം. സീറ്റ് നമ്മൾ ഇളക്കിയെടുത്ത ശേഷം അപ്പോൾ നമ്മൾ ഇളക്കേണ്ടത് ഈ നെട്ടാണ് വരുന്നത്. ഈ നെട്ട് ആദ്യം ഇളക്കുക. പിന്നെ നമുക്ക് സൈഡൊക്കെ ഒന്ന് കാണുന്നത് നമുക്ക് ഈ സൈഡിൻ്റെ നമുക്ക് ഈ കവറും അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ വരുന്ന കവറും നമുക്ക് ഇളക്കിയെടുക്കാം. അത് ഇളക്കിയെടുക്കാൻ രണ്ടും സെയിം പ്രൊസീജിയർ തന്നെയാണ്. 3 നട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഏതൊക്കെ ഒരു സൈഡിലെ വീഡിയോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇളക്കിയെടുക്കേണ്ടതെന്ന്. നമുക്ക് ഇതാണ് മെയിൻ ഇളക്കിയെടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഒരു 12-13 റിംഗ് സ്പാനർ ഉപയോഗിക്കാം. ഇത് കാണുന്നത് 12-13 റിംഗ് സ്പാനറാണ്. നമ്മളിത് കുറേ നാളായെന്ന് ഇളക്കി ഇട്ടിട്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പാട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളക്കി ഒന്ന് ഓയിൽ ഗ്രീസ് എന്നൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതേപോലെ പാടുണ്ടാവത്തില്ല. ഇളക്കിയെടുക്കാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതൊക്കെ ഇളക്കി ഒന്ന് ഗ്രീസ് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. നമുക്കിനി ഇളക്കിയെടുക്കേണ്ടത് ഈ സൈഡ് ഡോറാണ്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇളക്കുന്നത് ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് അപ്പുറത്തും. നമുക്ക് ഇത് തന്നെ ഇളക്കിയെടുക്കുക. ഈ നട്ടിന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇതാണ് ഒരെണ്ണം ഇളക്കിയെടുക്കേണ്ടത്. നമുക്ക് ഈ നട്ടാണ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കേണ്ടത്. നമുക്കിപ്പം ഇതിനെ റിമൂവ് ചെയ്തെടുക്കാം. ഇതൊരു ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. നമുക്ക് ഇതാണ് നമുക്ക് 3ാമത് ഇളക്കുന്നത്. നമ്മൾ അപ്പുറത്തെ സൈഡ് ഇളക്കുമ്പോഴും ഇതേ സെയിം പ്രൊസീജിയറാണ്. 3 നട്ട് തന്നെയാണ് നമുക്ക് ഇളക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ നട്ടിനെ കൂടെ റിമൂവ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ സൈഡ് കവർ ഓപ്പണായി. ഇതേപോലെ തന്നെയാണ് നമ്മൾ അപ്പുറത്തെ സൈഡിലെ കവർ നമ്മൾ ഇളക്കിയെടുക്കേണ്ടത്, റിമൂവ് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് റിമൂവ് ചെയ്ത് മൊത്തത്തിലെടുക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. എൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ഞാൻ ചാർജ് ചെയ്യാൻ കൊടുക്കുകയാണ്. വാറണ്ടി പീരീഡ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ റീപ്ലേസ് ചെയ്ത് തരുമെന്ന് തോന്നുന്നു. ഒരാഴ്ച എടുക്കുമെന്നാണ് പറഞ്ഞത്. ടാങ്ക് റിമൂവ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫ്യൂവൽ ഓഫ് ചെയ്യുക. ഓക്കെ, ഫ്യൂവൽ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫ്യൂവലിൽ നിന്ന് കാർബറേറ്ററിലോട്ട് പോകുന്ന ഈ പൈപ്പ് ഇളക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇളക്കിയെടുത്തു. ഇതാണ് നമ്മുടെ കാണുന്ന പൈപ്പ്. അപ്പോൾ നമ്മൾ ഇളക്കിയെടുത്തു. ഇച്ചിരി പാടാണ്. നമ്മൾ ഈ കാണുന്ന സ്പ്രിങ് ഈ കാണുന്ന ലോക്ക് ഒന്ന് ലൂസ് ചെയ്ത് കൊടുത്താൽ ഇതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ലൂസ് ചെയ്ത് കൊടുത്തിട്ട് ഊരിയെടുക്കുക. അതാണ് ഈസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്യൂവൽ ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്യൂവൽ ഓഫ് ചെയ്യുന്ന ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രമേ ടാങ്ക് ഇളക്കിയെടുക്കാവൂ. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വരുന്നത് ജസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ടാങ്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ വരുന്ന ഒരു കേബിൾ സ്വിച്ച് ഉണ്ടാവും. നമ്മളതും രണ്ട് ഈ സോക്കറ്റാണ്. നമ്മൾ ഈ സോക്കറ്റിനെ ഇളക്കിയെടുക്കുക. വളരെ ഈസിയാണ് റിമൂവ് ചെയ്തെടുക്കാനായിട്ട്. ജസ്റ്റ് നമ്മൾ സാധാരണ മെയിൽ പിൻ ഊരുമ്പോൾ തന്നെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഊരിയെടുത്താൽ മതി. പിന്നെ നമുക്ക് വരുന്ന മെയിൻ രണ്ട് പാർട്ട് ഇളക്കിയെടുക്കുന്ന ട്യൂബ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു ട്യൂബും പിന്നെ ഇതുമാണ്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുക്കാനായിട്ട് ഇതിൻ്റെ അടിയിലേക്കാണ് പോകുന്നത്. ഞാനത് കാണിച്ചു തരാൻ പറ്റുമോ എന്നറിയില്ല. ഞാൻ എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ എന്തായാലും ടാങ്കിനെ ഒന്ന് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് അതിലേക്ക് വലിച്ചാൽ മതി. ഹാൻഡിലൊന്ന് സ്റ്റഡിയാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നമുക്കിങ്ങനെ പിന്നിലേക്കൊന്ന് വലിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ടാങ്ക്
നമ്മൾ ഇളക്കിയെടുത്തു. നമ്മൾ നേരത്തെ ഇളക്കിയെടുത്ത സോക്കറ്റാണ് ഇത് ഈ കാണുന്ന ഇതിൻ്റെ സോക്കറ്റാണ് നമ്മൾ നേരത്തെ ഇളക്കിയെടുത്തത്. നമ്മൾ നേരത്തെ ഇളക്കിയെടുത്ത് 2 ഹോസ് എന്ന് പറഞ്ഞ പൈപ്പ് എന്ന് പറയുന്നത് ഇത് ആ ചെറുതും വലുതും. ഈ ചെറുതും ഈ കാണുന്ന വലുതും ഈ ചെറുതും ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഇത് രണ്ടിലുമാണ്. ആ ചെറുത് ഇതിലും വലുത് ഇതിനകത്തുമാണ്. അപ്പോൾ ഇത് ഇത്ര ഇളക്കിയെടുത്ത് നമ്മൾ ടാങ്ക് ഫ്രീ ആയി. നമ്മൾ ടാങ്കിൽ എന്താണ്ടൊക്കെ കൂട് കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ബൈക്ക് ഇരിക്കുക. അതിൻ്റെ അകത്തൊക്കെ നല്ല അഴുക്കും പൊടിയായിട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മൾ ബൈക്കിൻ്റെ അടിഭാഗത്ത് നല്ല പൊടിയൊക്കെ അഴുക്കായിട്ടിരിക്കുകയാണ്. നമ്മളെ എൻജിൻ്റെ ടോപ്പൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല ഡസ്റ്റ് ഉണ്ടാകും. നമുക്കിതൊക്കെ ഒന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ ടെർമിനൽസ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഇതാണ്. ഈ ടെർമിനലൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അത്യാവശ്യം ഒന്ന് ഡസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് അത്യാവശ്യം ഒന്ന് വാഷ് ചെയ്ത് നമുക്കിതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചോക്ക് കേബിൾ നേരത്തെ കംപ്ലൈൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമുക്ക് അത് സ്ലീവ് പൊട്ടിപ്പോയി. മുകളിൽ നമ്മളെ ചോക്ക് കേബിളാണ് വരുന്നത്. ഇത് പോകുന്നത് നമ്മുടെ കാർബറേറ്ററിൻ്റെ ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് നമ്മുടെ ചോക്ക് കേബിൾ വരുന്നത്. ഇവിടെ ആയിട്ട് നമ്മൾ ഊരിയെടുക്കേണ്ടത് ഈ കാണുന്നതാണ് നമ്മൾ ചോക്കിൻ്റെ കേബിൾ വരുന്നത്. അപ്പോൾ നമുക്കിതിനെ ഇളക്കിയെടുക്കാം. ഇത് നമുക്ക് ഇളക്കാനായിട്ടൊരു 12-ൻ്റെ സ്പാനർ ഉപയോഗിച്ച് ഇളക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ എന്തായാലും പുറമേക്ക് വന്നിട്ടുണ്ട്. നമുക്കത് പുറമേ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അപ്പോൾ നമ്മളെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ഇളക്കിയെടുത്തു. നമ്മൾ റിമൂവ് ചെയ്തെടുത്തു. ഇനി നോക്കണ്ടേ വിഷ്ണുവെന്നല്ല തന്നത്. അപ്പോൾ നമുക്ക് ടോപ്പ് സൈഡ് ഈ സ്ക്രൂ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പോർഷൻ ഇളക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ ഈ ചോക്ക് കേബിള് റിലീസ് ചെയ്ത് നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്കിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി, ഇളകിപ്പോരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ചോക്ക് കേബിൾ നമ്മൾ ടോപ്പിൻ്റെ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്പ്രിങ്ങിനെ നമുക്ക് ഇളക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇളക്കിയെടുത്തിട്ട് വേണം നമുക്ക് പുതിയ ത്രോട്ടിൽ കേബിളിൽ ഫിക്സ് ചെയ്യാനായിട്ട്. നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. നമുക്ക് ഈ സ്പ്രിങ്ങിനെ ഒന്ന് എന്താ ഈ കാണുന്ന ഈ സ്പ്രിങ്ങിനെ ഒന്ന് മുകളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കിടക്കുന്ന നമ്മുടെ ഈ കേബിള് ഇളകിപ്പോരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്പ്രിങ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇത് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഈ സ്ലോട്ടിലാണ് നമ്മൾ ഇതിൻ്റെ ഈ നോബ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്പ്രിങ് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി. അത് ജസ്റ്റ് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചാൽ മതി. ഇങ്ങനെ വലിച്ചാൽ നമ്മൾ ഈ സ്ലോട്ടിൽ നിന്ന് നമ്മൾ ഈ നോബ് പുറമേക്ക് വരും. എന്നിട്ട് നമുക്ക് സ്പ്രിങ് റിലീസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇളക്കിയെടുക്കാം. ജസ്റ്റ് ആ സ്പ്രിങ്ങിനെ റിലീസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ക്യാപ്പിനെ ഓക്കെ ഇത് വന്നു. ഇനി നമുക്ക് പുതിയ ത്രോട്ടിൽ കേബിൾ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഞാൻ പുതിയ ത്രോട്ടിൽ കേബിൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ചോക്ക് കേബിൾ റീപ്ലേസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഈ നോബൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് പെട്രോളോ അല്ലെങ്കിൽ കെറോസിനോ എന്തെങ്കിലും ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്താൽ നമ്മൾ നല്ല രീതിയിലൊരു ക്ലോത്ത് കൊണ്ട് തുടച്ചതിന് ശേഷം മാത്രമേ റീസെറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് നമ്മളെ പുതിയ ചോക്ക് കേബിൾ. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 65 രൂപയാണ്. ഹീറോയുടെ ജെനുവിൻ പാർട്ട് തന്നെ ആണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് അതിൽ പുതിയതായിട്ട് നമുക്ക് റീസെറ്റ് ചെയ്ത് കൊടുക്കാം, ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ ചോക്ക് കേബിൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കതിനകത്ത് ഈ മെറ്റൽ ഈ ബെൻഡ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതേപോലെ ഇത് ഫിക്സ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ സ്പ്രിങ്ങും ഓക്കെ ഫിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കാണുന്ന നമ്മുടെ സ്പ്രിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ടാണ് നമുക്ക് ഈ നോബ് നമ്മുടെ സ്പ്രിങ് ഇത് ഇങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ നേരത്തെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് കുറച്ച് പാടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റസ്റ്റായിട്ടിരുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരുന്നുള്ളത്. പക്ഷേ ഇൻസ്റ്റാൾ ചെയ്യുന്നിട്ട് അത്ര പാടൊന്നുമില്ല. ഇത് ഫ്രീ ആയിട്ട് കേബിൾ നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. കേബിൾ നല്ല ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നത്. നേരത്തെ നമുക്ക് റസ്റ്റായിട്ടിരുന്നതുകൊണ്ടാണ് നമുക്കത് ജസ്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്ത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇടാനും ഇളക്കാനും പറ്റും. ജസ്റ്റ് ഇത് ഈ നോബിനകത്ത് കയറ്റിയിട്ട് ഇതാണ്. അപ്പം നമുക്ക് നമ്മുടെ ചോക്ക് കേബിൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇതിനെ ഇങ്ങനെ ഉള്ളിലേക്ക് കടത്തിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും. ഓക്കെ, നമ്മുടെ ചോക്ക് കേബിൾ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിക്സ് ചെയ്യേണ്ടത് നമ്മൾ ഈ ചോക്ക് ലിവറിൻ്റെ ഒരു നോബുണ്ട്. അപ്പം നമുക്ക് ആ ചോക്ക് ലിവറിൻ്റെ നോബിൽ കടത്തി വിട്ടാൽ മതി. നമ്മൾ ത്രോട്ടിൽ കേബിളൊക്കെ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു റൗണ്ട് എടുത്തിട്ട് നമുക്കത് ഇവിടെ നോബ് കാണാം. ഈ നോബിനകത്ത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഈ നോബിനകത്ത് ഇട്ടാൽ മതി. നമ്മൾ ത്രോട്ടിൽ കേബിളൊക്കെ ഫിക്സ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ത്രോട്ടിൽ കേബിൾ ഫിക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പം അത് വീഡിയോ ലെങ്ത്ത് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. നമ്മൾ ഇതും കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോക്ക് കേബിൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തായാലും ഇതിനകത്ത് ഫിക്സ് ചെയ്യാം. ഇത് കൂടെ വയ്ക്കുമ്പോൾ നമ്മുടെ ചോക്ക് കേബിൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചോക്ക് കേബിൾ ഡാമേജ് ആയെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മെക്കാനിക്കിനെയോ സർവീസിലോ സ്റ്റേഷനിലോ പോകേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ്. Thank you so much for watching this video. Don't forget to hit the like button or else you can subscribe to our channel.
Do support to and more. As always, with that all said, guys, shukriya, salam alaikum, take care, and do whatever good to others. See you next video. Until then, take care and bye.